ദി ക്ലൗഡ് വേസിറ്റിയുടെ വിസ്റ്റോക്ക് സീരീസ് പുതിയൊരു സീരീസിലേക്കാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറെ സന്തോഷമുണ്ട്. വിസ് സീരീസിന്റെ ഓരോ ടോപ്പിക്കുകൾ വരുമ്പോഴും ഏറെ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മൾ ഓരോ പാരൻസും ഓരോ പാർട്ടിസിപ്പൻസും നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ടീം റെമഡിയേഷൻ അവരുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിസ്ഡോക്ക് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. കാരണം എല്ലാ വീടുകളിലും ഓൾമോസ്റ്റ് എല്ലാ കുടുംബങ്ങളിലും എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസുകൾ. അഥവാ കുട്ടിയുടെ പഠന പ്രശ്നങ്ങളായിരിക്കാം. എല്ലാം നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പാദ്യമാണ് അവരുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത്, ഇല്ലേ? നമ്മുടെയൊക്കെ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കള് തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മറ്റു സമ്പാദ്യങ്ങൾക്കെല്ലാം നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സമ്പാദ്യം എന്താണ്? നമ്മുടെ സന്താനങ്ങളാണ്. ആ സന്താനങ്ങളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ കോൺഷ്യസ് ആണ്, അല്ലേ? അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഭയങ്കര എല്ലാ കാര്യങ്ങളിലും അതിലെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായാൽ നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. ഈ രോഗങ്ങൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. ഇതേപോലെ തന്നെ അവരുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് നമ്മൾ കോൺഷ്യസ് ആണ്. അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കോൺഷ്യസ് ആണ്. ഇവിടെ ഇതെല്ലാം ഒരു രക്ഷിതാവിനെയും കൂടുതൽ സ്വാധീനിക്കും. ഇന്ന് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നതിന്റെ മുന്നേ എൻ്റെ വൈഫ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞു. വൈഫ് ഭയങ്കര സങ്കടത്തോടുകൂടെ പറഞ്ഞു, എല്ലാ കുടുംബത്തിന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. കുട്ടികൾക്കൊന്ന് പനിക്കുമ്പോഴേക്ക് നമുക്ക് സങ്കടം വരുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. ഇത് ഓക്കെയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ് എന്നതുകൊണ്ടാണ് അവർക്കൊരു ചെറിയ ഇഷ്യൂ വരുമ്പോഴേക്ക് നമുക്ക് സങ്കടം വരുന്നതും, അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു സന്തോഷം വരുമ്പോഴേക്ക്, അച്ചീവ്മെന്റ് വരുമ്പോഴേക്ക്, പുരോഗതി വരുമ്പോഴേക്ക് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നതും എല്ലാം അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ വരുമ്പോഴേക്ക് നമുക്ക് പ്രയാസങ്ങൾ വരുന്നുണ്ട്. അവിടെ നമ്മൾ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. കാണുന്ന ആളുകളോടൊക്കെ പറയുന്നുണ്ട്, എൻ്റെ മോൻ ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, എന്താ ചെയ്യുക? നമ്മൾ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഈ കുട്ടിയുടെ പഠന പ്രശ്നങ്ങൾ, ബിഹേവിയർ പ്രശ്നങ്ങൾ ഇതൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ ആളുകളുടെ സമൂഹത്തിന്റെ ഈ ഒരു നീഡ്സ് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ അയാദി ക്ലൗഡ് വേസിറ്റിയുടെ കീഴിലുള്ള ടീം റെമഡിയേഷൻ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ ബിഹേവിയറൽ ഇഷ്യൂസുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്ന റെമഡിയേഷൻ ടീം നിങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു മനോഹരമായ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചു തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നത്തെ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഒരുപാട് രക്ഷിതാക്കൾക്ക് കുറെ ഇൻസൈറ്റുകൾ കിട്ടണം. ഇൻഷാ അല്ലാഹ് കുട്ടികളില് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ വഴികൾ ഇന്ന് അവൈലബിൾ ആണ്. പലപ്പോഴും നമുക്കറിയില്ല, എൻ്റെ കുട്ടികൾ പഠിക്കാൻ മടിയാണ്. നോ ചൈൽഡ് ഇസ് ലേസി, ലെസിനെസ് ഇസ് സിംറ്റം എന്നാണ് പറയാ. പഠിക്കാൻ കുട്ടി താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും എന്നതാണ്. ആ കാരണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടി പഠിക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ കുട്ടികളോട് ഇടപെടുന്ന രീതിയിൽ ഡിഫറൻസ് വരും. കാരണം നമ്മൾ ഇമോഷണലി പ്രയാസത്തിൽപ്പെടും. കാരണം അപ്പുറത്തുള്ള ഇക്കാക്കയുടെ മോന് നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവൻ ഫുൾ മാർക്ക് വാങ്ങുന്നുണ്ട്. എൻ്റെ കുട്ടിയോ, അവൻ പഠിക്കാൻ ബുക്ക് എടുക്കുക എന്ന് പറയുമ്പോഴേക്ക് അവന് പ്രശ്നമാണ്, അല്ലെങ്കിൽ അവൾക്ക് പ്രശ്നമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവാ. ഒരിക്കലും ഞാൻ സ്കൂളില് സ്റ്റുഡൻസ് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് എൻ്റെ അടുത്ത് ഒരു പാരൻസ് ഒരു കുട്ടിയെ കൊണ്ടുവന്നു. എന്നിട്ട് ആ പേരൻസിന് പറയാനുണ്ടായിരുന്ന ഇതാണ്, സാറേ ഇവൻ എല്ലാ കാര്യങ്ങളിലും ഓക്കെയാണ്, വീട്ടില് എന്ത് പണി ഏൽപ്പിച്ചാലും അവനെ ഭംഗിക്ക് ചെയ്യും, ഏതൊരു പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറഞ്ഞാലും അവൻ ചെയ്യും, പക്ഷെ ബുക്ക് എടുക്കാൻ പറഞ്ഞാൽ മാത്രം അവൻ ചെയ്യൂല, അല്ലേ? അതേപോലെ തന്നെ
ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവന് ആ വഴിക്ക് കിട്ടൂല. ബാക്കി എന്ത് കാര്യം വേണമെങ്കിലും അവൻ ഓക്കെ ആണ്, അവൻ റെഡിയാണ്. ഇത് ആ ഒരു രക്ഷിതാവിന്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ ഒക്കെ വീട്ടിലുള്ള മിക്ക രക്ഷിതാക്കളും അനുഭവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം തന്നെയാണിത്. അവൻ പഠന കാര്യങ്ങളിൽ മാത്രം പ്രയാസം അനുഭവിക്കുന്നു എന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാ? ചില കുട്ടികൾ പഠിക്കുന്നത് അവരുടെ രക്ഷിതാക്കളെ പേടിച്ചിട്ടാ പഠിക്കുന്നത്. ഞാൻ പഠിച്ചിട്ടില്ല എങ്കിൽ, അല്ലെ ഹോംവർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ എന്റെ ഉമ്മ വഴക്ക് പറയും, അല്ലെ എന്റെ ഉമ്മക്ക് ദേഷ്യം വരും. അതിനെ പേടിച്ചിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അങ്ങനെയുള്ള ധാരാളം കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. ഉമ്മാനെ പേടിച്ചിട്ട് പഠിച്ചില്ലെങ്കിൽ, ഹോംവർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ അടിക്കും. അതേപോലെ തന്നെ ഉമ്മാന്റെ അടുത്ത് നിന്ന് വഴക്ക് കേൾക്കും. അല്ലെങ്കിൽ ഉപ്പ വിദേശത്ത് നിന്ന് വിളിക്കുമ്പോ ഉപ്പാനോട് പറയും. അപ്പൊ ഉപ്പ ഈ മോനെ എന്ത് ചെയ്യും, അടിക്കും, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചുകൊണ്ട് വഴക്ക് പറയും. അപ്പൊ ഉപ്പാക്ക് വിഷമാവുമല്ലോ എന്ന് വിചാരിച്ച് കുട്ടികൾ ഹോംവർക്ക് ചെയ്യുന്നു, പേടിച്ചിട്ട് ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റു ചില കുട്ടികൾ സന്തോഷത്തോടുകൂടെ, ഉമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഹോംവർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഉമ്മ എന്ന് മാത്രമല്ല, ചില കുട്ടികൾ അധ്യാപകരെ പേടിച്ചിട്ടാണ് ഹോംവർക്കുകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. ചിലർ ഉമ്മാനെ പേടിച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഹോംവർക്കുകൾ ചെയ്യുന്നത്. ചില കുട്ടികൾ പിന്നെ ഉമ്മാന്റെ സന്തോഷത്തിനാണ്, അധ്യാപകരുടെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ പഠിച്ച് അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് ചെല്ലുമ്പോ എന്റെ അധ്യാപകൻ എന്നോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ അധ്യാപകന്റെ ഒരു നല്ല വാക്ക് പ്രതീക്ഷിച്ച്. അത് മാത്രമല്ല, എന്റെ 5 വയസ്സുള്ള മോള് കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു, ഉപ്പ എനിക്ക് എല്ലാ ഡിക്റ്റേഷൻ ഇട്ടിട്ട് 10ൽ 10 മാർക്ക് ഇട്ടിട്ടുണ്ട്, എന്റെ മിസ് എനിക്ക് സ്റ്റാർ ഇട്ട് തന്നിട്ടുണ്ട്. ആ ഒരു സന്തോഷം അവൾ എന്നെ അറിയിച്ച സമയത്തുണ്ടാകുന്ന എന്റെ സന്തോഷം എത്രയാണ്, അവൾക്ക് എനിക്ക് സന്തോഷം എത്ര ഉണ്ടാവുന്നു എന്നതാണ് അവളെയും കൂടെ സന്തോഷിക്കുന്നത്. എന്റെ ഉപ്പക്ക് ഇത് സന്തോഷമാവുമല്ലോ. അപ്പൊ ടീച്ചർക്ക് സന്തോഷമായി എന്നതിന്റെ അടയാളപ്പെടുത്തലുകളായിട്ട് അവിടെ എന്ത് ചെയ്തു? അവിടെ അടയാളപ്പെടുത്തലുകളായിട്ട് ഒരു സ്റ്റാർ കിട്ടി, അല്ലേ? അപ്പൊ ഒരു സ്റ്റാറിന്റെ വാല്യൂ എത്രയാണ്? ഞാൻ അതിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, അതുപോലെ എന്റെ ഈ ശബ്ദം കേൾക്കുന്നവരിൽ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. ടീച്ചേഴ്സ് ഉണ്ടാവും, മെന്റേഴ്സ് ഉണ്ടാവും, രക്ഷിതാക്കൾ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു ടേക്ക് അവേ കിട്ടണോ, അല്ലേ? എന്തെങ്കിലും ഒരു ഉപകാരം ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴേക്ക് എനിക്ക് കിട്ടണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോ ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താൻ ആവശ്യമായ, നിങ്ങളുടെ പാരന്റിങ്ങിൽ മാറ്റം വരുത്താൻ ആവശ്യമായ, അതും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി രൂപപ്പെടുത്തുന്നതിന് ആവശ്യമായുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുട്ടി പഠിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ എങ്ങനെയാണ്, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ കുട്ടി പഠിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? സാധാരണ രക്ഷിതാക്കൾ എല്ലാവരും പറയും, അവന് പഠിക്കേണ്ടത് തന്നെയല്ലേ, കുട്ടികൾ പഠിക്കേണ്ട സമയമല്ലേ ഇപ്പോൾ, അല്ലേ? എന്നാൽ അത് മാത്രമാണോ പ്രശ്നം? 1 മിനിറ്റ്. ഐ എം വെരി സോറി. അപ്പൊ കുട്ടികൾ പഠിക്കേണ്ടത് തന്നെയാണല്ലോ. പിന്നെ എന്തിനാണ് പിന്നെ സമ്മാനം കൊടുക്കുന്നത്? അതല്ലെങ്കിൽ എന്തിനാണ് കുട്ടികൾക്ക് പിന്നെ പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നത്, സ്ട്രോക്ക് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. കുട്ടികൾ പഠിക്കുന്നത് അവർ ഇഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കണം. കഷ്ടപ്പെട്ട് പഠിക്കുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് കുട്ടികൾ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. എങ്ങനെയാണ് ഇത് മാറ്റിയെടുക്കേണ്ടത് എന്നത് തീരുമാനിക്കേണ്ടത് രക്ഷിതാക്കളായ നമ്മളും പേരൻസ് ആയ നമ്മൾ, അതുപോലെ ടീച്ചേഴ്സ് ആയ എല്ലാവരും കൂടെയാണ്. അവരൊരുമിച്ച് ഒരു കൂട്ടമായിട്ട് ഇതിനു വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ മിക്ക കുട്ടികളും ഇഷ്ടത്തോടുകൂടെ തന്നെ പഠിക്കും. അതിന്റെ ഏറ്റവും ഒരു തെളിവാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുട്ടികൾ പഠിക്കാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ചില സബ്ജക്റ്റുകൾ എടുക്കുന്ന ടീച്ചേഴ്സ്, ആ ടീച്ചർ വന്നതിന് ശേഷം ആ സബ്ജക്റ്റ് അവൻ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ആരും പറയണ്ട. മാത്സ് അല്ലെങ്കിൽ ഏത് ടീച്ചറാണോ ഇവനെ ഇഷ്ടപ്പെടുത്തിയിട്ട് പഠിപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത്, ആ കുട്ടി ആ കുട്ടിയുമായി ആ ഒരു പിന്നെ ടീച്ചറുടെ സബ്ജക്റ്റ് ഈ കുട്ടി വളരെ നന്നായിട്ട് പഠിക്കും.
അതിന്റെ ഹോംവർക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നു, അതിന്റെ വർക്കുകൾ വായിക്കാനുള്ളത് വായിക്കുന്നു, എഴുതാനുള്ളത് എഴുതുന്നു. എന്നാൽ അപ്പുറത്തുള്ള സയൻസിന്റെ സബ്ജക്റ്റ് ഉണ്ടാവും, അത് കുട്ടി എടുത്തു നോക്കുന്നില്ല. എന്നാൽ അറബിയുടെ സബ്ജക്റ്റ് ഉണ്ടാവും, അത് എടുത്തു നോക്കുന്നില്ല. ഇംഗ്ലീഷ് എടുത്തു നോക്കുന്നില്ല. എന്നാൽ ചില കുട്ടികൾ ഇംഗ്ലീഷാണ് എടുത്തു നോക്കുന്നത്. എന്താണ് കാരണം? ആ ടീച്ചർക്ക് കുട്ടിയെ ഇഷ്ടപ്പെടുത്തിയിട്ട് പഠിപ്പിക്കാൻ അറിയാം എന്നതാണ്. നമ്മൾ ഏതൊരു പ്രവർത്തനവും നമ്മുടെ വീട്ടിലെ സാധാരണ വീട് ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അടക്കം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യാം. അതേപോലെ തന്നെ കഷ്ടപ്പെട്ടിട്ടും ചെയ്യാം, അല്ലെ? ഇതെങ്ങനെയാണ് അതിനോട് ഇഷ്ടം രൂപപ്പെടുക? ഒരിക്കൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ ഒരു സ്റ്റുഡന്റ് ചോദിച്ചു, സാറേ, എങ്ങനെയാണ് നമുക്ക് ഈ വീട് ക്ലീൻ ചെയ്യുന്ന പ്രോസസ് ഒക്കെ എങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റുമോ? അതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പ്രോസസ്സ് ആയിരിക്കൂലേ എന്ന് ചോദിച്ചു. ഞാൻ അവർക്ക് തരുന്ന നിങ്ങളോട് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട് നമുക്ക് ഏതൊരു പ്രവൃത്തിയും ഇഷ്ടപ്പെട്ടിട്ടും ചെയ്യാം, കഷ്ടപ്പെട്ടിട്ടും ചെയ്യാം. അത് നമ്മുടെ ചോയ്സ് തന്നെയാണ്. എങ്ങനെയാണ് ഇഷ്ടപ്പെടുക? അതിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു പ്രവൃത്തി നമുക്ക് ഇഷ്ടമാണോ കഷ്ടമാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇഷ്ടമാണോ കഷ്ടമാണോ എന്ന് തീരുമാനിക്കുന്നത് ആ പ്രവൃത്തിയോടുള്ള മനോഭാവമാണ്. ആ പ്രവൃത്തിയോടുള്ള മനോഭാവം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ, പഠനമാവട്ടെ, പാഠ്യേതര പ്രവർത്തനങ്ങളാവട്ടെ, നേരത്തെ എണീക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ ഹോംവർക്കുകൾ ചെയ്യുന്നത്, അതുപോലെ മറ്റുള്ളവരെ അനുസരിക്കുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവരുടെ ആ പ്രവർത്തനങ്ങളോടുള്ള മനോഭാവമാണ് നിർണയിക്കുന്നത്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ തരാം. നിങ്ങളുടെ വീട്ടില്, നിങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ ഹസ്ബൻഡിന്റെ വീട്ടില് നിങ്ങൾ വന്നിട്ടുള്ള ആദ്യത്തെ 1 വീക്ക് വളരെ പ്രധാനമാണ്. ആ വീട്ടിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ച് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്ന, നിങ്ങൾ തീരുമാനമെടുക്കുന്ന, നിങ്ങളുടെ ഒരു ക്യാരക്ടർ രൂപപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് ഏത്? കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ വീട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് 1 വീക്ക്, അല്ലേ? അതുപോലെ ഫസ്റ്റ് 1 വീക്ക്, അതുപോലെ 2 വീക്ക്, അത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് 1 മന്ത്, 1 ഇയർ. ഈ 5 പ്രോസസ്സുകൾ വളരെ പ്രധാനമാണ്. ഫസ്റ്റ് 1 വീക്ക്, 2 വീക്ക്, 1 മന്ത്, 2 മന്ത്, 1 ഇയർ. ഈ 5 ഘട്ടങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഘട്ടമാണ് ആദ്യത്തെ ആഴ്ച എന്ന് പറയുന്നത്. ഈ ആദ്യത്തെ ആഴ്ച നിങ്ങളെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ തന്നെ നിങ്ങള് പിന്നെ വീടിന്റെ മുറ്റമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചൂലൊക്കെ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി വീടൊക്കെ, നിങ്ങൾ അതുവരെ 18 വയസ്സായാലും 19 വയസ്സ് വരെ നിങ്ങൾ പഠന പ്രക്രിയയിലായിരുന്നു. വീട് മുറ്റമടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്നും സാധാരണ ഉണ്ടായിരുന്നില്ല എന്ന് സങ്കല്പിക്കുക. വീടും മുറ്റമടിക്കലൊക്കെ വേറെ ആരോ ആയിരുന്നു, ഉമ്മയായിരുന്നു ചെയ്തിരുന്നത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ നിങ്ങള് ഈ വീട് പിന്നെ ആദ്യമായിട്ട് ചൂലെടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ പ്രധാനമായിട്ട് വീടായിരുന്ന സമയത്ത് എന്നും രാവിലെ പിന്നെ കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടി പോകും. പഠനമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാവും തിരിച്ചു വരാൻ. പിന്നെ കുറെ ഹോംവർക്ക് ചെയ്യാനുണ്ടാവും. അപ്പൊ ക്ലീനിങ് പ്രോസസ്സുകളിലൊക്കെ ഒന്നും കോൺഷ്യസ് ആവാറുണ്ടായിരുന്നില്ല, പഠന കാര്യങ്ങളിലായിരുന്നു കോൺഷ്യസ് ആയിരുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് എങ്ങോട്ട് വരുന്നത്? പുതിയ ഒരു രീതിയിലേക്ക് വരുന്നത്, അല്ലേ? എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചിലപ്പോ നമ്മൾ വീട് മുറ്റമടിച്ചു വാരുന്ന സമയത്ത് കുറെ മിസ്റ്റേക്കുകൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും. ആ മിസ്റ്റേക്കുകൾ സംഭവിച്ചപ്പോൾ നമ്മുടെ മദറിലോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഉമ്മ പറയാണ്, നീ എന്താ മോളെ, 19 വയസ്സായില്ലേ, അല്ലെ 20 വയസ്സായില്ലേ, അല്ലെ 22 വയസ്സായില്ലേ, നീ ഇപ്പോഴും അടിച്ചു വാരാന് തീരെ പിന്നെ പഠിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുക? ആദ്യത്തെ അനുഭവമാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടം വരും, അല്ലെ? രണ്ടാമത്തെ ദിവസം ഇതുപോലെ തന്നെ നിങ്ങൾ മുറ്റമടിക്കാൻ വേണ്ടിയിട്ട് ചൂലെടുക്കുന്ന സമയത്ത് 1-മത്തെ ദിവസത്തെ ഓർമ്മകൾ നിങ്ങളെ ബാധിക്കൂലേ? അങ്ങനെ ബാധിച്ചു എന്ന് മാത്രമല്ല, 2-മത്തെ ദിവസം നിങ്ങൾ ഒരു വിധമൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പയും പൂർണ്ണമാവാതെ നിങ്ങൾ നോക്കുന്ന സമയത്ത്, അമ്മായിമ്മ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മദറില്ല നോക്കുന്ന സമയത്ത് ചില ഭാഗത്തൊക്കെ ഈ അടിച്ചു വാരിയതിന്റെ വേസ്റ്റുകൾ ക്ലീൻ ആയി കിടപ്പില്ല. നമ്മുടെ ഭാഷ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ, അല്ലെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ലാതെ ചെയ്യുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയുള്ളത് ഓക്കെയാണ്. പക്ഷേ ഹസ്ബൻഡിന്റെ ഉമ്മയുടെ ഭാഷയുള്ളത് ക്ലീൻ ആയിട്ടില്ല.
സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? നെക്സ്റ്റ് ഡേയിലും പറയും, മോളെ ഒന്ന് ശ്രദ്ധിച്ച് നല്ലോണം അടിച്ചു വരണം കേട്ടോ, ഇനിയിപ്പോ വലിയ ആളാണ്, ഇവിടുത്തെ ഒരു മരുമകളാണ്, നീ നല്ലോണം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ദിവസം ഇതുപോലെയുള്ള കമന്റാണ് കിട്ടിയത്. മൂന്നാമത്തെ ദിവസം സ്വാഭാവികമായിട്ടും അടിച്ചു വാരുക എന്ന പ്രോസസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയോ ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. സ്വാഭാവികമായിട്ടും നമുക്ക് ആ അടിച്ചു വാരുക എന്ന പ്രോസസ്സിനോട് തന്നെ ഇഷ്ടമില്ലായ്മ രൂപപ്പെടാനുണ്ടായ കാരണം എന്തായിരുന്നു? ആദ്യത്തെ അനുഭവങ്ങളല്ലേ. സി ഇതേപോലെ തന്നെയാണ്. ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ അനുഭവമെങ്കിലോ? കല്യാണം കഴിഞ്ഞു, വീട്ടിലേക്ക് വന്നു, ആദ്യത്തെ ദിവസം നിങ്ങൾ ഇതുപോലെ ചൂലൊക്കെ എടുത്ത് അടിച്ചു വാരാൻ വേണ്ടി അടിച്ചു വാരി ഒക്കെ കഴിഞ്ഞ സമയത്ത് അമ്മായിമ്മ പറഞ്ഞു, മോളെ നീ ഇങ്ങനെ അടിച്ചു വാരുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, കാരണം നീ ഇതുവരെ ഇത്രയും കാലം പഠനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നില്ലേ, നീ ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മാഷാ അല്ലാ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, മോളെ അടിക്കണ്ടില്ലായിരുന്നു, ഞാൻ അടിക്കുമായിരുന്നു എന്നൊരു വാക്കാണ് ഒന്നാമത്തെ ദിവസം വന്നതെങ്കിൽ, രണ്ടാമത്തെ ദിവസം ചൂലെടുക്കാൻ വേണ്ടി അവസരം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക? താല്പര്യം ഉണ്ടാവില്ലേ? കുറച്ചുകൂടെ ആക്റ്റീവ് ആവില്ലേ? രണ്ടാമത്തെ ദിവസവും നിങ്ങൾ ചൂലെടുത്ത് അടിച്ചു വാരി, അപ്പൊ അതിലുള്ള ക്വാളിറ്റീസുകളൊക്കെ ഭാര്യ ഇങ്ങനെ ഉമ്മ ഇങ്ങനെ പറഞ്ഞു, മോളെ നീ നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം നീ ചെയ്തിട്ടുണ്ട്, മാഷാ അല്ലാ ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, എനിക്ക് എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയുള്ള ഒരു മരുമകളെയാണ് എനിക്ക് കിട്ടിയത് എന്നാണ് പറയുക അല്ലെ? ഉമ്മ പറഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ട് മൂന്നാമത്തെ ദിവസം ചൂലെടുക്കുന്ന പ്രോസസ്സ് നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള മനോഭാവങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്നത് വളരെ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ടതുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ പഠന പ്രക്രിയയും. പഠന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലയളവാണ് ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡിലുള്ള നഴ്സറി കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. നഴ്സറി കാലഘട്ടത്തിൽ കുട്ടികളെ നിർബന്ധപൂർവം നമ്മൾ അടിച്ചേൽപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ പിന്നെ കുറ്റപ്പെടുത്തിയിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ അടിച്ചിട്ടോ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയില് സ്വാഭാവികമായിട്ട് ഈ ചൂലെടുക്കാൻ മരുമകൾക്ക് മടിയുള്ളതുപോലെ ഈ കുട്ടിക്ക് പഠിക്കാനും എന്തുണ്ടാവും? മടിയുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കുട്ടികളിൽ പഠന താല്പര്യം ഉണ്ടാക്കിയെടുക്കുന്നിടത്ത് രക്ഷിതാക്കളായ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മൾ അപ്പയാണ് അങ്ങനെ കുട്ടിയെ താല്പര്യമുള്ള കുട്ടിയായിട്ട് ഏതൊരു പ്രവൃത്തിയും, ഇത് പഠന കാര്യങ്ങൾ മാത്രമല്ല, ആദ്യത്തെ അനുഭവം കുട്ടി സ്കൂളിലേക്ക് പോയി, സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ എസ് എ ടൈപ്പ് പഠനമൊന്നും എവിടെ നടക്കൂല. ചെറിയ കുട്ടികളിൽ നടക്കൂല, LKGയില് അതല്ലെങ്കിൽ UKGയിലൊന്നും നടക്കൂല. അവിടെ എന്തേ നടക്കുള്ളൂ? അക്ഷരങ്ങളുടെ പഠനമായിരിക്കും നടക്കുന്നുണ്ടാവുക. അതും അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസുകളായിരിക്കും എവിടെ നടക്കുന്നുണ്ടാവുക? LKG UKG ക്ലാസ്സുകളിലൊക്കെ നടക്കുന്നുണ്ടാവുക. അങ്ങനെ ഈ ചെറിയ ചെറിയ ടാസ്കുകൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോ നമ്മൾ ഒരു സ്റ്റാൻഡിങ് ലൈന് വരക്കാനാണോ ഇനി ഈ കളി കളിക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മൾ കുട്ടിയോട് ചോദിക്കുമ്പോൾ ഇതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആദ്യത്തെ ദിവസം ഒരു മുറ്റടിക്കാനാണോ ഇനി ഈ പണിയെടുക്കുന്നത്, ഇനി ഈ ഒരു ഇടങ്ങേറാവുന്നത് എന്നൊരു ചോദ്യം പേരന്റിന്റെ ഭാഗത്ത് നിന്ന് മരുമകൾക്ക് കേൾക്കേണ്ടി വരുമ്പോൾ എന്ത് ഇമോഷൻസ് ആണോ ഈ മരുമകൾക്ക് രൂപപ്പെടുന്നത്, അതേ ഇമോഷൻസ് ആണ് ഈ കുട്ടിക്ക് എവിടെ രൂപപ്പെടുന്നുണ്ടാവുക? ഒരു സ്റ്റാൻഡിങ് ലൈൻ എഴുതാനാണോ നീ കഷ്ടപ്പെടുന്നത് എന്ന ചോദ്യത്തിനകത്ത് കുട്ടിക്ക് രൂപപ്പെടുന്നുണ്ടാവുക. അപ്പൊ കുട്ടിക്ക് പിന്നീട് സ്റ്റാൻഡിങ് ലൈൻ എഴുതാനുള്ള താല്പര്യം ഉണ്ടാവോ? അപ്പൊ കുട്ടിക്ക് സ്റ്റാൻഡിങ് ലൈൻ എഴുതാനുള്ള താല്പര്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മോളെ നീ എഴുതിക്കും, മോൾക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറൊക്കെ കൊടുത്ത് കുട്ടിയെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത്, ഏതുപോലെ നീ ഇങ്ങനൊക്കെ എഴുതും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, വാവ് മാഷാ അല്ലാ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് രൂപപ്പെടുത്താൻ പറ്റിയാൽ ആ കുട്ടി പഠനത്തിന്റെ താല്പര്യം കുട്ടിയുടെ മൈൻഡിൽ രൂപപ്പെടാൻ ആരംഭിക്കും. ഇനി പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ താല്പര്യം ഉണ്ടാക്കിയെടുക്കുക, പഠന കഴിവുണ്ടാക്കിയെടുക്കുക എന്നൊക്കെയുള്ള പ്രോസസ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അവിടെ. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? കുട്ടികളിൽ പഠിക്കുക എന്ന് പറയുന്നത് അത്രയും ഇഷ്ടമില്ലാത്ത പ്രോസസ്സായി മാറും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ മരുമകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ മരുമകള് ആദ്യത്തെ ദിവസത്തിൽ ഉണ്ടായ അനുഭവം കാരണം മരിക്കുന്നത് വരെ ഇവർക്ക് ഇനി ചിലപ്പോ എന്തുണ്ടാവാം, അടിച്ചു വാരുന്നത് ഒരു പ്രയാസമുള്ള പ്രോസസ്സായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ കുട്ടികളിൽ പഠന താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ നന്നായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. കുട്ടികളിൽ പഠനത്തിന് താല്പര്യമില്ല എങ്കിൽ അതിന് വ്യത്യസ്തമായ കാരണങ്ങൾ ഉണ്ടാവും. കുട്ടികൾ വെറുതെ പഠിക്കാൻ ഇഷ്ടപ്പെടാതിരിക്കൂല. നോ ചൈൽഡ് ഈസ് ലേസി, ലേസിനെസ് ഈസ് എ സിംറ്റം എന്നാ. ഒരു കുട്ടി മടിയനല്ല. മടി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തോ ഒരു കാരണം ഉണ്ടാവും. ഇപ്പൊ ലേഡീസ് ആയ ഒരുപാട് ഉമ്മമാരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ചില സമയങ്ങളിൽ നമ്മൾ ഇമോഷണലി പ്രയാസപ്പെടുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവാറുണ്ട്. ചിലപ്പോ ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നൂല, നമ്മുടെ വീട്ടിലെ ഹസ്ബൻഡ് ഇല്ല, മക്കളൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ചിലപ്പോ നമ്മൾ ഉച്ചക്ക് രാവിലെ ഉണ്ടാക്കിയ ഫുഡൊക്കെ തന്നെ മതി, ഇനി ഉച്ചക്ക് വേറെ ഒന്നും ഉണ്ടാക്കണ്ടാക്ക തീരുമാനം എടുക്കാറില്ലേ? അല്ലേ? അപ്പൊ മടിയാണെന്ന് പറയാൻ പറ്റുമോ? അതേപോലെ തന്നെ ഈ ചില പീരിയഡ്സിന്റെ സമയത്തിന്റെ മുന്നേയും ശേഷമൊക്കെ, ചില പീരിയഡ്സിന്റെ സമയത്തൊക്കെ ചില ആളുകൾക്ക് ഒന്നിനും തോന്നാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിന്റെ കാരണം എന്തായിരുന്നു? ഇതായിരുന്നില്ലേ? ഈ ഹോർമോണൽ ആയിട്ടുള്ള പ്രയാസങ്ങളായിരുന്നില്ലേ? ഇതുപോലെ തന്നെ കുട്ടികളിലും പഠിക്കാൻ താല്പര്യം ഉണ്ടാവുന്നില്ല എങ്കിൽ ദർ ഇസ് എ റീസൺ, അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുട്ടിയെ യഥാർത്ഥമായി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. യാഥാർത്ഥ്യ ബോധത്തോടു കൂടെ തന്നെ കുട്ടികളിൽ ഇടപെടാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, പലപ്പോഴും ഈ അടുത്ത് എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഒരിക്കല് ഈ കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ, പഠനത്തിൽ പിന്നോക്കമാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാരണം ഫിസിക്കൽ കാരണങ്ങളെ കൊണ്ട് കുട്ടികൾക്ക് പഠനത്തിൽ പിന്നോക്കമാവും. ഫിസിക്കൽ കാരണങ്ങളിൽ കാഴ്ചയിലുള്ള കുറവ്, കേൾവിയിലുള്ള കുറവ്, ഇതൊക്കെ ഫിസിക്കൽ കാരണങ്ങളാ. അപ്പൊ ഈ കാഴ്ചയിലുള്ള കുറവുണ്ട് എങ്ങനെയാണ് നമുക്ക് ബോധ്യപ്പെടുക? അപ്പൊ അതിന്റെ കുറെ അടയാളങ്ങൾ പറഞ്ഞു. കുട്ടി ഇങ്ങനെ അടുത്ത് നോക്കിയിട്ട് വായിക്കുക, അതേപോലെ ബോർഡിന്റെ അടുത്ത് പോയിരുന്നിട്ട് പകർത്തി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയുള്ള സിംറ്റംസുകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടിയിൽ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെ എൻ്റെ ക്ലാസ്സിലുള്ള ഒരു സ്റ്റുഡന്റ് അവരുടെ കുട്ടിയെ കൊണ്ടുപോയിട്ട് പരിശോധിച്ചപ്പോ അവര് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞത് അൽഹംദുലില്ലാ, ഇനി നിങ്ങൾ ഇപ്പോഴെങ്കിലും ഈ കുട്ടിയെ നിങ്ങളുടെ കണ്ണിന് പരിശോധന നടത്തിയത് വളരെ അനുഗ്രഹമാണ്. കാരണം നിങ്ങളെ സാധാരണഗതിയിൽ ആറ് വയസ്സാണ് ആ കുട്ടിയുടെ ഏജ്. 6 വയസ്സാണ് സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാറില്ല. അവര് പറയോ? ചെറിയ മക്കളല്ലേ, അവര് പറയോ എന്റെ കാഴ്ചയിൽ പ്രശ്നമുണ്ട് എന്ന് പറയോ? അവർക്ക് പോലും അറിയില്ല. നമ്മുടെ കാഴ്ചയിൽ പ്രശ്നം ഉണ്ടാവുമ്പോ അത് വളരെ ചെറിയ ചെറിയ അളവിൽ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോ നമുക്ക് പലപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്റെ കാഴ്ചയിൽ പ്രശ്നമുണ്ടെന്ന്. അതൊരു എക്സ്പേർട്ടിനെ കൊണ്ടുള്ള ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കാഴ്ചയിൽ പ്രശ്നമുണ്ട്. അങ്ങനെ ഈ 6 വയസ്സായ കുട്ടിയെ പരിശോധിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിയിൽ കാഴ്ചയിൽ പ്രശ്നമുണ്ട്, ട്രീറ്റ്മെന്റ് എടുക്കണം. അതുവരെ ഈ കുട്ടിയിൽ പഠന പ്രശ്നമുണ്ട്, കുട്ടി വായിക്കുന്നില്ല, എഴുതുന്നില്ല എന്നും പറഞ്ഞ് മടിയാണെന്നും പറഞ്ഞ് നമ്മൾ നടന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഒരിക്കലും ഒരു സ്കൂളിൽ ഞാനൊരു പ്രോഗ്രാം ചെയ്തു. അവിടെയുള്ള പഠനത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളുടെ ഒരു ക്യാമ്പ് അവർക്ക് വേണ്ടി, അവരെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ നടത്തി. അവിടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി, പഠനത്തിൽ വളരെ പ്രയാസം. അങ്ങനെ ആ കുട്ടിയെ ഞങ്ങൾ ഇങ്ങനെ അസസ്മെന്റ് ചെയ്ത സമയത്ത് ഈ കുട്ടി ഇങ്ങനെ ബുക്കൊക്കെ അടുത്തിരുത്തി വായിക്കുന്നുണ്ട്. അതുപോലെ എഴുതുന്ന സമയത്തും കുട്ടി പുസ്തകത്തിന്റെ അടുത്ത് പോയിട്ടാണ് എഴുതുന്നത്. അപ്പൊ ഞാൻ ആ രക്ഷിതാവിനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടിയിൽ കാഴ്ചയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ രക്ഷിതാവ് പറഞ്ഞു, സാറേ, അവന്റെ കാഴ്ചയിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് മാത്രമല്ല, അവന് എല്ലാ കാര്യങ്ങളും, അവളുടേതായ എല്ലാ കാര്യങ്ങളും അവൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് കളിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ സജീവമാണ്. അവർ ഇവിടെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരോടുകൂടെ ഒരു പോക്കാണ്. പിന്നെ അവര് പൊടിയിട്ടാ കിട്ടൂല. എന്നാൽ പുസ്തകം എടുക്കാൻ പറയുമ്പോൾ മാത്രം അവർക്ക് പ്രശ്നമുള്ളൂ, കാഴ്ചയുള്ള പ്രശ്നമൊന്നും അല്ല, അത് പഠിക്കാനുള്ള മടി കൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ കുട്ടിയിൽ കാഴ്ചയിൽ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്.
അങ്ങനെ ഞാൻ ആ പേരൻസിനോട് പറഞ്ഞു, ഈ കുട്ടിയെ ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ കുട്ടിയുടെ കാഴ്ച പരിശോധിക്കണം. കാഴ്ച പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ബാക്കി പ്രോസസ്സുകൾക്ക് ഈ കുട്ടിയെ ഇൻവോൾവ് ആക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഈ രക്ഷിതാവ് നിർബന്ധിതനായിട്ട് കാഴ്ച പരിശോധിക്കാൻ വേണ്ടി പോയി. കാഴ്ച പരിശോധിച്ചപ്പോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ മനസ്സിലാക്കണം, ആ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടിയില് 3 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഈ കുട്ടിയിലെ കാഴ്ചയിൽ പ്രശ്നം തുടങ്ങിയിട്ട്. ബോർഡിൽ എഴുതുന്ന അക്ഷരം കാണാത്തൊരു കുട്ടി എങ്ങനെയാണ് എഴുത്ത് പഠിക്കുക, എങ്ങനെയാണ് വായന പഠിക്കുക? എന്നിട്ട് ഈ കുട്ടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന, ഈ രക്ഷിതാക്കളും അധ്യാപകരും പറഞ്ഞുകൊണ്ടിരുന്ന എന്താ? പഠിക്കാൻ മടി, പഠിക്കാൻ മടി. യഥാർത്ഥത്തിൽ പഠിക്കാനുള്ള മടിയായിരുന്നോ? ആ ഒരു ഒബ്ജക്റ്റ് എഴുതിയ അക്ഷരങ്ങൾ കാണണ്ടേ? കാണാണെങ്കിൽ മാത്രമല്ലേ വായിക്കാൻ പറ്റൂ. ഇങ്ങനെയുള്ള ഫിസിക്കലായ കാരണങ്ങളെ കൊണ്ട് പലപ്പോഴും കുട്ടികൾക്ക് പഠനത്തിൽ പ്രയാസം ഉണ്ടാവും. അതുപോലെ തന്നെ മാനസികമായ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇനി ഫിസിക്കലായിട്ടുള്ള കാരണങ്ങൾ പൊതുവെ കുറച്ചുകൂടെ ഐഡന്റിഫൈ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കേസാണ്. മാനസികമായ പ്രശ്നങ്ങളോ? എന്തൊക്കെയാ മാനസികമായ പ്രശ്നങ്ങൾ? കുട്ടികൾ അടങ്ങിയിരിക്കാം. പ്രകൃതമുള്ള കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തീരെ അടങ്ങിയിരിക്കൂല. ഇപ്പൊ നേരത്തെ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചാറ്റ് ബോക്സിലും അങ്ങനെയുള്ള കുറെ കേസുകൾ കേട്ടു. അടങ്ങിയിരിക്കാത്ത കുട്ടികൾ അല്ലേ? ഇത് ഭയങ്കരമായ ഒരു തലവേദന അല്ലേ? നമ്മൾ ഇങ്ങനെ വിചാരിക്കും. ഞാൻ ഒരു പിന്നെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ എൻ്റെ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയോട് ഞാൻ പറഞ്ഞു, മോനെ അവനിക്ക് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഒരു 5 മിനിറ്റ് നീ അടങ്ങിയിരുന്നു കഴിഞ്ഞാൽ, കയ്യോ കാലോ ഒന്നും ചലിപ്പിക്കാതെ അടങ്ങിയിരുന്നാൽ 100 രൂപ തരും. അവൻ ഇങ്ങനെ ഓക്കെ ഓക്കെ സർ, ഞാൻ റെഡിയാണ് എന്ന രീതിയിൽ അവൻ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു ടാസ്ക് ഞാൻ ചെയ്യിപ്പിക്കുന്നത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയില്ല. അവൻ ആ ചലഞ്ച് ഏറ്റെടുത്തു. അവൻ ഇങ്ങനെ കുറച്ച് സമയം ഇരുന്നു, ഒരു 2 മിനിറ്റ് ഇരുന്നു. അപ്പേക്ക് അവൻ ഇങ്ങനെ ഒരു തരം അസ്വസ്ഥതകൾ രൂപപ്പെടുന്നു. പിന്നെ അവന് അങ്ങോട്ട് ചൊറിയുന്നു, ഇവിടെ മാന്തുന്നു, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് വന്നു. വീണ്ടും ഞാൻ അവനിക്ക് ചാൻസ് കൊടുത്തു, മോനെ കുഴപ്പമില്ല, ഇത് തെറ്റിപ്പോയി, ഇനി ഒന്നുകൂടെ എനിക്ക് ചാൻസ് തരാം, 5 മിനിറ്റ് അടങ്ങിയിരുന്നു കഴിഞ്ഞാൽ നിനക്ക് 100 രൂപ തരും. ഞാൻ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതന്നെ, പറ്റിക്കൊന്നും അല്ല. പക്ഷെ അവനിക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? ഈ അടങ്ങിയിരിക്കാൻ കഴിയാതിരിക്കുന്നത് ആ കുട്ടിയുടെ ബ്രെയിനകത്തുള്ള ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ കുറവ് കാരണമാണ്. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? അടങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെ അരമണിക്കൂറൊക്കെ ഇങ്ങനെ ക്ലാസ്, ഇപ്പൊ ഈ വിസ്റ്റോക്ക് സീരീസ് ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ അടങ്ങിയിരിക്കുന്നില്ലേ, എന്നാൽ ഇതുപോലെ കുട്ടിക്ക് അടങ്ങിയിരുന്നൂടെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവൂലേ? പക്ഷെ എല്ലാവർക്കും സാധിക്കില്ല. അപ്പോ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ കുറവുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇതിങ്ങനെ സാവകാശം കൂട്ടിക്കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. 2 മിനിറ്റ് അറ്റൻഷൻ സ്പാൻ എന്ന് പറയും. അറ്റൻഷൻ സ്പാൻ എത്രയാണ് എന്നത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനാണ് നമ്മളെ റെമഡിയേഷൻ പ്രോഗ്രാമില് ഏകദേശം 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന അസസ്മെന്റിന് ശേഷമാണ് ആ കുട്ടിക്ക് എന്ത് കൊടുക്കുന്നത്? ആ കുട്ടിക്ക് ക്ലാസ് കൊടുക്കുക നമ്മള്. ആദ്യം വേർ ഈസ് എ പ്രോബ്ലം ദർ ഈസ് എ സൊല്യൂഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നോ ചൈൽഡ് ലേസിനെസ് സിംറ്റം. ഒരു കുട്ടിയും പഠിക്കാൻ മടിയനല്ല, മടി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് എന്ന് പറഞ്ഞു. ആ കാരണം കണ്ടെത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് പരിഹരിക്കേണ്ടത്. അടങ്ങിയിരിക്കാത്ത ഒരു കുട്ടിയെ നമ്മൾ അടങ്ങിയിരിക്കടാ എന്ന് പറയുന്നതല്ല അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവൻ അടങ്ങിയിരിക്കാത്തത്? ചിലപ്പോ അടങ്ങിയിരിക്കാത്ത കുട്ടിയിൽ പല ടൈപ്പും ഉണ്ട്. ADHD ഉണ്ട്, HD ഉണ്ട്, ഇനി ഹൈപ്പർ ആക്ടിവിറ്റി മാത്രമുള്ള കുട്ടികളുണ്ട്. അഥവാ ഹൈപ്പർ ആക്ടിവിറ്റി മാത്രം, കുട്ടി ഇങ്ങനെ അടങ്ങിയിരിക്കുകയല്ല, പക്ഷെ അവൻ എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കും. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. ക്ലാസ് റൂമിൽ ഓടിക്കളിക്കും, എത്ര പറഞ്ഞാലും അടങ്ങിയിരിക്കൂല, പക്ഷെ എന്ത് ചോദ്യം ചോദിച്ചാലും അവനക്ക് ആൻസർ ഉണ്ടാവും. എല്ലാ സബ്ജക്റ്റിലും അവനക്ക് ഫുൾ മാർക്ക് ആയിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ മറ്റു ചില കുട്ടികള് അറ്റൻഷനിലും പ്രശ്നം ഉണ്ടാവും, പിന്നെ അടങ്ങിയിരിക്കുന്നതിലും പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം കുട്ടികളെ പലപ്പോഴും അവരിങ്ങനെ ഓടി കളിക്കുകയും ചെയ്യും, മാർക്കും ഉണ്ടാവില്ല ഇത്തരത്തിൽ. ഇങ്ങനെ ഏത് കുട്ടിയാണോ HD ഉള്ള കുട്ടിയാണെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യേണ്ട രീതി ഒന്ന് വേറെയാണ്.
അറ്റൻഷനും പ്രശ്നമുണ്ട്, അതേപോലെ തന്നെ അടങ്ങിയിരിക്കുന്നതിലും പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ട രീതി ഒന്ന് വേറെയാണ്. ഇങ്ങനെ കുട്ടിയെ മനസ്സിലാക്കുക എന്ന് പറയുന്നിടത്ത്, അങ്ങനെ മനസ്സിലാക്കിയിട്ട് കുട്ടിയിൽ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കുട്ടിയെ ഏറ്റവും മികച്ച മക്കളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മലയാളം മധുരമാണെങ്കിലും ഗോൾഡൻ ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള നമ്മുടെ റെമഡിയേഷൻ പ്രോഗ്രാമിലൂടെ നമ്മൾ ആയിരക്കണക്കിന് കുട്ടികളിലേക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് വെളിച്ചം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നതിന്റെ തൊട്ടു മുന്നേ നമ്മുടെ ഒരു മെന്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മെന്ററോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ കുറച്ച് അനുഭവങ്ങള്, റമഡിയൽ അനുഭവങ്ങൾ എന്നോട് പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഒരുപാട് പറയാനുണ്ട് ഓരോ മെന്റർക്കും. ഈ റമഡി ഒരു പിന്നെ കുട്ടി തീരെ ക്ലാസ്സിൽ അടങ്ങിയിരിക്കേയില്ല. അവനിങ്ങനെ എന്താ പറയാ, ഡബ്ബർ ബന്ദ് പോലെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തെറിച്ചുകൊണ്ടിരിക്കുക ചെയ്യാം. അങ്ങനെയുള്ള കുട്ടി പലപ്പോഴും ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇങ്ങനെയുള്ള കുട്ടികളെ നിങ്ങളെ റെമഡിയേഷനിൽ ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവൻ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ തന്നെ ടീച്ചർ ഫിസിക്കൽ ക്ലാസ്സിൽ തന്നെ അവൻ അടങ്ങിയിരിക്കുന്നില്ല, പിന്നെ റെമഡിയേഷനിൽ വന്നിട്ട് എന്താ കാര്യം സർ എന്നൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഇവർക്കുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. അവർക്കുള്ള മറുപടി എന്നുള്ള അല്ലട്ടോ. കാരണം ഈ കുട്ടി എന്തുകൊണ്ടാണ് അടങ്ങിയിരിക്കാത്തത്? ഈ കുട്ടിയുടെ ബ്രെയിനകത്തുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ കുറവ് മൂലമാണ്. അപ്പൊ ഇനി ഇത് കൂട്ടിക്കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് എന്നത് ഈ റെമഡിയേഷൻ പഠിച്ചിട്ടുള്ള ഒരു മെന്റർക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ആലോചിച്ച്, ഇങ്ങനെ അടങ്ങിയിരിക്കാത്ത പല കുട്ടികളും കാർട്ടൂൺ കാണുമ്പോൾ നന്നായിട്ട് അടങ്ങിയിരിക്കുന്നില്ലേ? ഗെയിം കളിക്കുമ്പോൾ കുട്ടികൾ അടങ്ങിയിരിക്കുന്നില്ലേ? വായ്. എന്തുകൊണ്ട്? അവിടെയുള്ള സൈക്കോളജി എന്താണ്? ആ സൈക്കോളജി അറിയുന്നവരാണ് ഒരു മെന്റർ. അതുകൊണ്ട് ഈ കുട്ടിയെ ഇങ്ങനെ ഈ കോൺസെൻട്രേഷൻ ലെവലിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ ആർക്ക് കഴിയും? ഈ മെന്റർക്ക് കഴിയും. അങ്ങനെ അടങ്ങിയിരിക്കാത്തൊരു കുട്ടി റോഡിലൂടെ നടക്കുന്ന സമയത്ത് അപ്പുറപ്പുറം നോക്കാൻ പോലും കഴിയില്ല, ഒരൊറ്റ പോക്കായിരിക്കും. അതേപോലെ എപ്പോഴും തട്ടിത്തടഞ്ഞു വീഴും. ഇതൊക്കെ അറ്റൻഷനിലെ പ്രശ്നം കൊണ്ടാ. ശ്രദ്ധയില്ലെങ്കിൽ അവിടെ ഒരു തടസ്സമുണ്ട് എന്നത് നോക്കാൻ ഓർമ്മയില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ തട്ടിത്തടഞ്ഞു വീഴല്ലേ ചെയ്യ. ശ്രദ്ധയുള്ള പ്രശ്നമാണ്. അങ്ങനെ ഉള്ള ഒരു കുട്ടി അടങ്ങിയിരിക്കില്ല, ക്ലാസ്സിൽ അടങ്ങിയിരിക്കൂല, പിന്നെ അതുപോലെ തന്നെ എവിടെയെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കൂല, ഇടയ്ക്കിടെ വെറുതെ വീണുകൊണ്ടിരിക്കും, എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നിറയെ മുറിവായിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഒരു കുട്ടി റെമഡിയേഷൻ തുടങ്ങി മലയാളം മധുരത്തിലേക്ക് ജോയിൻ ചെയ്ത് ഏകദേശം 15 ക്ലാസ്സിന്റെ ഉള്ളിലായപ്പോഴേക്ക് തന്നെ ഈ കുട്ടിയിൽ മാറ്റം വരാൻ തുടങ്ങി. അത് മാത്രല്ല, ഈ രക്ഷിതാവ് പറയുന്നത് എന്താണെന്നറിയോ? ഈ കുട്ടിയിലെ ഇതിൽ മാറ്റം ഉണ്ടായി എന്ന് മാത്രല്ല, ഇത് വീഴുന്ന എണ്ണം കുറയാ. അവിടെ മാത്രല്ല, പഠനത്തിൽ മികവുണ്ടായി. മലയാളമാണ് കുട്ടിയെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഈ കുട്ടി മദ്രസയിലും അതുവരെ പാസ് മാർക്ക് പോലും കിട്ടാതിരുന്ന കുട്ടി ഈ ഒരു പ്രോസസ്സിന് ശേഷം ഫുൾ മാർക്ക് എന്നതിലേക്ക് പോയി. ഒരൊറ്റ കാര്യം വന്നിട്ടുള്ളൂ. എന്താ കാരണം എന്നറിയോ? കുട്ടിയുടെ കോൺസെൻട്രേഷൻ ലെവല് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ മികവായിട്ട് എന്ത് ചെയ്തു? കൂടിപ്പോയി. അങ്ങനെ കൂടിയപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിയുടെ എല്ലാ മേഖലയിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അപ്പൊ വേർ ഈസ് എ പ്രോബ്ലം ദർ ഈസ് എ സൊല്യൂഷൻ എന്ന് പറയാറുണ്ട്. കുട്ടിയുടെ പ്രശ്നം എവിടെയാണോ ഉള്ളത് അവിടെയാണ് അതിന്റെ പരിഹാരം. ഇത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ള, അതിനാണ് നമ്മൾ കൃത്യമായിട്ടുള്ള അസസ്മെന്റുകൾ ചെയ്യുന്നത്, കുട്ടിയുടെ പ്രശ്നം എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ. നേരെ മറിച്ച് അടങ്ങിയിരിക്കാത്തൊരു കുട്ടിയെ അടങ്ങിയിരിക്കടാ 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 എന്ന് പറയുന്നതിനനുസരിച്ച് ഈ പ്രോസസ് കുട്ടിക്ക് ഭയങ്കര പ്രയാസകരമായിട്ട് തോന്നുകയാണ് ചെയ്യുക. കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോ കുട്ടിക്ക് ബേസിക് ആയ കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഒരു അധ്യാപക പിന്നെ ഒരു സ്കൂളിലെ അധ്യാപക, ആ അധ്യാപകയുടെ കുട്ടിയെ നമ്മുടെ സീൻ എന്ന് പറയുന്ന അറബി റെമഡിയേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു. അവര് ആദ്യം തന്നെ ജോയിൻ ചെയ്യേണ്ടായ കാരണം അവരുടെ സ്കൂളിൽ തന്നെയാണ് തന്റെ മകൾ പഠിക്കുന്നത്. ഈ സ്കൂളിൽ സ്വാഭാവികമായിട്ടും ടീച്ചറുടെ മകൾ അറബിയിൽ വളരെ വീക്കാണ്. എന്നിട്ട് ഈ അറബി ടീച്ചർ ഈ പേരന്റിനെ കാണുമ്പോ, അഥവാ അവിടുത്തെ തന്നെ സ്കൂളിലെ അധ്യാപകയായിട്ടുള്ള ടീച്ചറെ കാണുമ്പോ, പേരന്റിനെ കാണുമ്പോ നിരന്തരം പരാതി പറയാണ്. എന്താ നിങ്ങളെ കുട്ടി ഇങ്ങനെ ഒരു അക്ഷരം കുട്ടി അറിയുന്നില്ല, വായിക്കുന്നില്ല, ഹോംവർക്ക് ഒന്നും ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. എന്നാൽ ഈ കുട്ടി ബാക്കി സബ്ജക്റ്റുകളൊക്കെ ഓക്കെയാണ്. ഈ സബ്ജക്റ്റ് അറബിയിൽ മാത്രം കുട്ടിക്ക് ഒന്നും അറിയില്ല.
അങ്ങനെയാണ് നമ്മുടെ സീൻ എന്ന് പറയുന്ന കോഴ്സിലേക്ക്, അറബിയുടെ റെമഡിയേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. അങ്ങനെ അഡ്മിഷൻ എടുത്ത് കുട്ടി അക്ഷരങ്ങളൊക്കെ പഠിച്ച് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി, ശ്രദ്ധ കൂടി, മെമ്മറി കൂടി, അറ്റൻഷൻ കൂടി, എല്ലാം റെഡി ആയി വന്നപ്പോ പിന്നെ ഈ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങി? സ്വാഭാവികമായിട്ട് പഠിക്കാൻ തുടങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, ഒരു വാക്ക് പിന്നെ കാക്ക പറന്നുപോയി എന്നൊരു വാക്കാണ് കുട്ടിക്ക് പഠിക്കാനുള്ളത്. പക്ഷെ കായും അറിയില്ല, പായും അറിയില്ല, റായും അറിയില്ല. കുട്ടി എങ്ങനെയാണ് ഇത് വായിക്കുക? സാധാരണഗതിയിൽ കാക്ക പറന്നുപോയി എഴുതിക്കോ, കാക്ക പറന്നുപോയി, പിന്നെ ആ കുട്ടി മുകളിലുള്ള അതേ ചിത്രം പോലെ വരച്ച് ഇങ്ങനെ ഹോംവർക്ക് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ ഇതായിട്ട് എഴുതും, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതും. പക്ഷേ ആ കുട്ടി ഇങ്ങനെ എഴുതുന്നു എന്നല്ലാണ്ട് ഈ കുട്ടി അക്ഷരം ഐഡന്റിഫൈ ചെയ്തിട്ട് എഴുതുന്നതല്ല. ഐഡന്റിഫൈ ചെയ്യാണ്ട് എഴുതി കഴിഞ്ഞാൽ ആ കുട്ടിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? അപ്പോ എവിടെയാണ് കുട്ടിയിൽ അക്ഷരം അറിയാത്തത് കൊണ്ടാണോ? ചില കുട്ടികൾ സാധാരണഗതിയിൽ LKG, UKG, 1ാം ക്ലാസ്, ഈ 3 ക്ലാസ് എന്നല്ലേ അക്ഷരം പഠിപ്പിക്കുള്ളൂ. 2ാം ക്ലാസ്സിൽ നിന്ന് അക്ഷരം പഠിപ്പിക്കൂല, 3ാം ക്ലാസ്സിൽ നിന്ന് അക്ഷരം പഠിപ്പിക്കൂല. ഈ അടുത്ത് ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചു, ഇപ്പോ ഈ കഴിഞ്ഞ വീക്കിൽ എന്നെ വിളിച്ചതാ. ആ സ്കൂളിൽ ഏകദേശം പിന്നെ 50ഓളം കുട്ടികള് ബേസിക് അറിയില്ല. 6ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 5ലും ഒക്കെയുള്ള വ്യത്യസ്തമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അക്ഷരം അറിയില്ല. എത്ര വർഷം കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട്? 5 വർഷം കുട്ടി സ്കൂളിൽ പോയിട്ടും കുട്ടിക്ക് അക്ഷരം അറിയില്ല. അഥവാ ഏത് ലാംഗ്വേജിലാണോ അവിടെ ക്ലാസ് ഉള്ളത് ആ ലാംഗ്വേജിൽ കുട്ടിക്ക് അക്ഷരം അറിയുന്നില്ല. ആലോചിക്കണം. മലയാളം മീഡിയം സ്കൂളിൽ മലയാളം അറിയുന്നില്ല, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇംഗ്ലീഷ് അറിയാത്ത കുട്ടികൾ. ഇങ്ങനത്തെ കുട്ടികൾ എത്ര ശതമാനം ഉണ്ടെന്ന് അറിയോ? അസോസിയേഷൻ ഫോർ ലേൺ ഡിസബിലിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് 30% കുട്ടികൾ ഇത്തരത്തിൽ അക്ഷരം അറിയാത്ത കുട്ടികളാണ്. 30% വരുന്ന കുട്ടികൾ. 100 കുട്ടികൾ ഉണ്ടെങ്കിൽ അവിടെ 30 കുട്ടികൾ അക്ഷരം അറിയാത്ത കുട്ടികളാണ്. ഒരു കുട്ടിയുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ സഹായം വേണ്ട കുട്ടികളാണ് 30 കുട്ടികൾ. 100 കുട്ടികളുള്ള 1000 കുട്ടികളുള്ള ഒരു സ്ഥാപനത്തിൽ 300 കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണ്. അപ്പൊ LKGയിൽ നിന്നോ UKGയിൽ നിന്നോ 1ാം ക്ലാസ്സിൽ നിന്നോ ബേസ് കിട്ടാതെ ആയതുകൊണ്ട് പിന്നെ 2ാം ക്ലാസ്സിൽ നിന്ന് ആരും അക്ഷരം പഠിപ്പിക്കൂല. വേർഡ്സ് ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ സെന്റൻസ് ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. 3ാം ക്ലാസ്സിൽ നിന്ന് അത്രയും പഠിപ്പിക്കൂല. 4ാം ക്ലാസ് വരെ വായിക്കാനും എഴുതാനും പഠിക്കും. 4ാം ക്ലാസ് മുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് വായിക്കുകയും എഴുതുകയും ചെയ്യുമെന്നാണ് പറയാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ബേസ് ഇല്ലാണ്ട് ഈ കുട്ടി പോയി, ചില രക്ഷിതാക്കളൊക്കെ വിചാരിക്കാറുണ്ട് ഈ കുറച്ചങ്ങ് കഴിയുമ്പോ ശരിയായിക്കോളൂ. ഏത് അക്ഷരം അറിയാത്തൊരു കുട്ടി 2ാം ക്ലാസ്സിലെത്തിയിട്ടും അക്ഷരം അറിയാത്ത കുട്ടി, അല്ലെങ്കിൽ 3ാം ക്ലാസ്സിലെത്തിയിട്ട് അക്ഷരം അറിയാത്ത, എഴുതാൻ അറിയാത്ത, വായിക്കാൻ അറിയാത്ത കുട്ടി കുറച്ച് കഴിയുമ്പോ എങ്ങനെ ശരിയാവാനാ? ആ കുട്ടിക്ക് പിന്നീട് ഇത് വായിക്കാനേ കഴിയാതെ കുട്ടി വീണ്ടും പ്രയാസങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിലേക്ക് പോവാ ചെയ്യാ. കൂടെ ഉള്ളവരൊക്കെ വായിക്കുന്നുണ്ട്, കൂടെ ഉള്ളവർക്കൊക്കെ എഴുതാനും അറിയുന്നുണ്ട്, എനിക്ക് എഴുതാൻ അറിയുന്നില്ല. ഈ കുട്ടി സ്വന്തത്തെ തന്നെ ഇങ്ങനെ നോവിച്ച് അവസാനം ഈ കുട്ടിയിൽ പ്രയാസം കൂടുകയാണ് ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരു റെമഡിയൽ ഹെൽപ്പ് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. ഇല്ല എങ്കിൽ ആ കുട്ടി വീണ്ടും അവസാനം 10ാം ക്ലാസ്സിൽ എത്തുമ്പോ അവരുടെ ആ സ്കൂളിലെ പിന്നെ അധ്യാപകരങ്ങളോട് പറയും കുട്ടിക്ക് സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതണം. അവസാനം സ്ക്രൈബോ? അതെന്താ സാധനം? അപ്പയായിരിക്കും നമ്മൾ ഈ വേർഡ്സ് തന്നെ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവുക. അപ്പൊ പറയും നിങ്ങളെ കുട്ടിക്ക് സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പകരം ഒരാളെ വെച്ചു പരീക്ഷ എഴുതിപ്പിക്കല. പടച്ചോനെ, അതൊന്നും വേണ്ടേ? അതൊക്കെ പ്രയാസല്ലേ അല്ലേ? എന്നിട്ട് അവിടെ എത്തിയിട്ട് ഈ കുട്ടിയെ പിന്നെ സ്ക്രൈബ് വേണ്ടാന്നും തീരുമാനിക്കും ചില രക്ഷിതാക്കള്. എന്നിട്ട് കുട്ടി പാസ്സാവുകയില്ല, സ്ക്രൈബും ഇല്ല. എവിടെ എത്തിയിട്ട്? 10ാം ക്ലാസ് എത്തിയതിന്റെ ശേഷം. +2 എത്തിയിട്ട് അക്ഷരം അറിയാത്ത കുട്ടികളെ നമ്മളെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. +2 എത്തിയിട്ട് കുട്ടിക്ക് അക്ഷരം അറിയില്ല. അപ്പൊ 10ാം ക്ലാസ് എങ്ങനെ പാസ്സായത് എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോഴാണ് സ്ക്രൈബിനെ വെച്ചിട്ടാ പരീക്ഷ. സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതേണ്ട കുട്ടികളുണ്ട്. അഥവാ ലേണിംഗ് ഡിസബിലിറ്റിയിലെ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ എന്നൊക്കെ പറയുന്ന പ്രശ്നമുള്ള കുട്ടികളുണ്ട്.
ആ കുട്ടികൾക്ക് സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതുന്നത് ഓക്കെയാണ്. ആ കുട്ടികൾ ബുദ്ധിപരമായ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം പക്ഷെ എഴുതുന്ന സമയത്ത് കുട്ടിക്ക് ഉത്തരം അറിയാം, എഴുതുന്ന സമയത്ത് കുട്ടിക്ക് സ്പെല്ലിങ്ങൾ മാറിപ്പോവും, അതുകൊണ്ട് തന്നെ ആശയങ്ങളും മാറിപ്പോവും. അങ്ങനെയുള്ള ധാരാളം കുട്ടികളുണ്ട്. അത്തരം കുട്ടികൾക്ക് സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതുന്ന ഓക്കെയാണ് കേട്ടോ. പക്ഷെ സ്ക്രൈബിനെ വെക്കേണ്ട കേസിലെ വെക്കാവൂ. അതിനെന്ത് ചെയ്യണം? കുട്ടിയിൽ എന്താണ് പ്രശ്നം എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ചുരുക്കി പറഞ്ഞാൽ കുട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കാൻ ആവശ്യമായ ഓപ്ഷൻസുകൾ നിലവിലുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കുട്ടിയുടെ യഥാർത്ഥ പ്രശ്നം എന്താ? അടങ്ങിയിരിക്കാത്ത കുട്ടി എന്തുകൊണ്ടാണ് അടങ്ങിയിരിക്കാത്തത്? അങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയാക്കി മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ 2 മിനിറ്റേ കുട്ടിക്ക് അടങ്ങിയിരിക്കാൻ കഴിയുന്നുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തായിരിക്കും? കുട്ടി പഠനം അങ്ങ് ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നത് വരെ കുട്ടി ടാബിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്ത് 1 മണിക്കൂറോളം കുട്ടി പഠിക്കുന്ന കണ്ടാൽ നമുക്ക് വാവ് മാഷാ അല്ലാ നല്ല സന്തോഷാണ് അല്ലേ? എന്നാൽ നിങ്ങൾ ആലോചിച്ചൊക്കെ 2 മിനിറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു കുട്ടി, ഇപ്പോ പല പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ മാറി പോവാറില്ലേ? വായിക്കുന്ന സമയത്ത് ശ്രദ്ധ മാറി പോവാറില്ലേ? ചിലപ്പോഴൊക്കെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അത് പിന്നെ ഓഫ് ചെയ്യാൻ മറന്നു പോവാറില്ലേ? നമ്മുടെ ശ്രദ്ധ മാറി പോകുന്നതല്ലേ? ഇതേപോലെ ശ്രദ്ധ മാറിപ്പോകുന്ന ഡിഫറെന്റ് ആയ അവസ്ഥകൾ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ കോൺസെൻട്രേഷൻ ലെവൽ കൂടാൻ ആവശ്യമായ ആക്ടിവിറ്റീസുകൾ, റെമഡിയേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബ്രെയിൻ ജിം, അഫോമേഷൻ, അതുപോലെ തന്നെ ശ്രദ്ധ കൂടാനുള്ള കുറെ ഡിഫറെന്റ് ആക്ടിവിറ്റീസുകൾ, ചില ആക്ടിവിറ്റീസുകളൊക്കെ കുട്ടികൾ വളരെ എൻജോയ് ചെയ്തിട്ട് ചെയ്യും. ഒരിക്കൽ ഞാൻ ഓർത്തു പോവാണ്, റെമഡിയേഷനിലേക്ക് വന്ന ഒരു കുട്ടി തീരെ അടങ്ങിയിരിക്കൂല. ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഇവൻ കട്ടിൽമ കയറി ചാടുന്ന്, ഡാൻസ് ചെയ്യുന്ന, ഇങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിയാണ്. ആ ടീച്ചർ ഇങ്ങനെ കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേഷൻ ഒക്കെ കൊടുത്ത് പാരന്റ് ഇങ്ങനെ പറയും, എങ്ങനാ മിസ് നിങ്ങൾ ഈ കുട്ടിക്ക് ക്ലാസ് എടുക്കുക? ഇവൻ ഒരു പൊടി ശ്രദ്ധിക്കൂല, ഒരു ഇത്തിരി നേരം നിങ്ങൾ ശ്രദ്ധിക്കൂല മിസ്സേ. അവൻ മിസ് പറയും ഓക്കെ ഉമ്മ, ആ കുട്ടിയെ ഞാൻ മാനേജ് ചെയ്തോളാം. അവസാനം ഈ കുട്ടി, ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താ പറയുക, 1-to-1 പിന്നെ ആയതുകൊണ്ട് തന്നെ ഈ കുട്ടിയിലേക്ക് മാത്രമാണ് ഈ മെന്ററുടെ ശ്രദ്ധയുള്ളത്. പലപ്പോഴും നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നതിന്റെ മറ്റൊരു സൈക്കോളജിക്കൽ സാധ്യത എന്ന് പറയുന്നത് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ടീച്ചിങ് ചെയ്യുന്ന, ക്ലാസ് റൂമിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും പെട്ടെന്ന്. അതുപോലെ നമ്മളൊക്കെ സ്കൂളിൽ പോയിരുന്ന സമയത്തൊക്കെ നമുക്ക് അനുഭവം ഉണ്ട്. നല്ല ശാന്തമായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ബാക്കിൽ നിന്ന് മുന്നിലുള്ള ഒരു കുട്ടി ഒരു പിച്ച് വെറുതെ, അതല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് ആ ടീച്ചറുടെ ശ്രദ്ധ തിരിക്കുന്ന ടൈപ്പ് ഓഫ് കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാണത്? ആ കുട്ടിയുടെ അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഭാഗമാണ്. അപ്പൊ ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? കുട്ടിക്ക് പോസിറ്റീവായ ശ്രദ്ധകൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടിയുടെ കോൺസെൻട്രേഷൻ ലെവൽ മാറും. നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ കുട്ടിയിൽ എത്രയാണ് അറ്റൻഷനിൽ പ്രശ്നമുള്ളത് എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നെക്സ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രീ അസസ്മെന്റ് ഉണ്ട്. ആ പ്രീ അസസ്മെന്റ് കഴിയുമ്പോഴാണ് മനസ്സിലാവുക കുട്ടിയിൽ എത്ര മേൽ അറ്റൻഷനിൽ പ്രശ്നമുണ്ടെന്ന്. ദെൻ പോസ്റ്റ് അസസ്മെന്റ് കഴിയുമ്പോൾ മനസ്സിലാവും കുട്ടിയിൽ എത്ര അറ്റൻഷനിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി എന്ന്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് കേസുകളിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഇംഗ്ലീഷിലായിരിക്കും ചിലപ്പോൾ റെമഡിയേഷൻ ഇതായിട്ടുണ്ടാവുക, കൊടുത്തിട്ടുണ്ടാവുക. കുട്ടിയുടെ മലയാളം വായനയിലും എഴുത്തിലും മാറ്റങ്ങൾ ഉണ്ടായി. അതുപോലെ അറബിയിലെ എഴുത്തിലും വായനയിലും മാറ്റം ഉണ്ടായി. മാത്സിലെ എഴുത്തിലും വായനയിലും മാറ്റം ഉണ്ടായി. എന്താ കാരണം അറിയോ? ഒരു കുട്ടിയിൽ പഠനവുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുണ്ടാവേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കുട്ടിയുടെ ശ്രദ്ധ. നേരത്തെ നമ്മൾ പറഞ്ഞ ശ്രദ്ധ കൂടണം, ശ്രദ്ധിക്കാനുള്ള കപ്പാസിറ്റി കൂടണം. രണ്ടാമത്തെ ഒന്നാണ് കുട്ടിയുടെ മെമ്മറിയിൽ പ്രശ്നം ഉണ്ടാവും. ചില കുട്ടികൾക്ക് കണ്ടിട്ട് അത് ഇങ്ങനെ ഓർത്തു വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും.
ചില കുട്ടികൾക്ക് കേട്ടിട്ട് അത് ഓർത്തു വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്താൽ, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടിയിൽ എത്ര പ്രശ്നമുണ്ട് എന്ന്. എന്നിട്ട് അതിങ്ങനെ പരിഹരിച്ച് ആ കുട്ടിയുടെ മെമ്മറി കൂട്ടിക്കഴിഞ്ഞാൽ കുട്ടിയുടെ മെമ്മറിയിൽ പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് കുട്ടിയില് വായിക്കാനും എഴുതാനും പഠിക്കാനൊക്കെ കുട്ടിക്ക് പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെമ്മറി കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടിയുടെ പഠന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ ചില കുട്ടികളുടെ പ്രശ്നമാണ് ബേസിക് ആയിട്ടുള്ള ഈ ലെറ്റേഴ്സ് അറിയുന്നില്ല എന്നത്. അപ്പൊ ആ ലെറ്റേഴ്സ് ഏതൊക്കെയാണ് ഓരോ ചില രക്ഷിതാക്കളൊക്കെ മനസ്സിലാക്കുന്നത് എന്താ, ABCDEFGHIJK LMNOP, ഇങ്ങനെ കുട്ടി ഇങ്ങനെ പാട്ട് പാടുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അക്ഷരം അറിയാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇപ്പൊ നമ്മുടെ റെമഡിയേഷൻ പ്രോഗ്രാമിലൊക്കെ വരുന്ന ചില കുട്ടികൾ എഴുതാൻ അറിയുന്നില്ല, വായിക്കാൻ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ബാച്ചിൽ വന്ന ഒരു കുട്ടി എനിക്ക് ഓർമ്മയുണ്ട്. ആ കുട്ടിയുടെ പ്രശ്നം ഇതാണ്, കുട്ടിക്ക് എഴുതാനും വായിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, ഫ്ലുവൻസി ഇല്ല, കുട്ടിക്ക് അക്ഷരം അറിയില്ല. അപ്പൊ ഈ പേരന്റ് മെന്ററോട് പറയാണ്, മിസ്സേ അവൻ അക്ഷരം ഒന്നും പഠിപ്പിക്കേണ്ട, എഴുതാനും വായിക്കാനും പഠിപ്പിച്ചാൽ മതി. അക്ഷരം അറിയാത്ത ഒരാൾക്ക് എഴുതാൻ അറിയോ, വായിക്കാൻ കഴിയോ? അവിടെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എന്തെന്നാണ്, അക്ഷരം പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അക്ഷരം പഠിപ്പിക്കാണ്ട് പഠിപ്പിക്കാൻ കഴിയൂല. അങ്ങനെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ, ഇപ്പോ തറ എന്ന് പഠിച്ച ഒരു കുട്ടി, തറ അങ്ങനെ തന്നെ ആയിട്ട് പഠിച്ചൊരു കുട്ടി ഇനി പറ വായിക്കണമെങ്കിലോ അത് കുട്ടിക്ക് കഴിയൂല. കാരണം എന്താ, ഇതും അതും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതേസമയം തായും പായും പഠിച്ച കുട്ടി, പായും റായും പഠിച്ച കുട്ടി ഇതുമായി കണക്ട് ചെയ്ത ഏത് വാക്കുകളും വായിക്കും. റപ്പ വായിക്കും, തറ വായിക്കും, റത്ത വായിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായിക്കും. സ്വാഭാവികമായിട്ടും അക്ഷരം അറിയാത്തതാണോ കുട്ടിയുടെ പ്രശ്നം എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക ഈ പഠനത്തിന്റെ ബേസിക് ആയ കാര്യങ്ങളിൽ ശ്രദ്ധയിൽ പ്രശ്നമുണ്ടോ, അതുപോലെ മെമ്മറിയിലാണോ പ്രശ്നം, അല്ലെങ്കിൽ പിന്നെ ബേസിക് ആയ ലെറ്റേഴ്സിലാണോ പ്രശ്നം. ഇനി ചില കുട്ടികൾക്ക് ഇതൊന്നും ആയിരിക്കില്ല പ്രശ്നം. ചില കുട്ടികൾ ഇമോഷണൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. പെട്ടെന്ന് ഇമോഷൻസ് ആയി പോകും. ആരെങ്കിലും കൂടെയുള്ള കുട്ടി അവന്റെ പേന ഒന്ന് എടുത്തു, അല്ലെങ്കിൽ അവനൊന്ന് നുള്ളി, അവനൊന്ന് കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ ബസ്സിൽ പോകുന്ന സമയത്ത് എന്നും അവന് എന്തെങ്കിലുമൊക്കെ കുറ്റം പറയും. ഇതായിരിക്കും ചില കുട്ടികൾക്ക് ഇമോഷണൽ ആയുള്ള പ്രശ്നം. ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത കുട്ടികളിൽ പഠനത്തിൽ പ്രശ്നം ഉണ്ടാവും. അത് മാത്രമല്ല, സ്കൂളിൽ പോവാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. പോവാൻ ഇഷ്ടമല്ല, ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നമാണ്. അവിടെ വന്നിട്ട് ആ സ്കൂളിൽ പോയാൽ ടീച്ചറിൽ നിന്ന് കേൾക്കുന്ന വാക്കോ, അല്ലെങ്കിൽ അവരുടെ സഹപാഠികളിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളോ മറ്റൊക്കെ ആയിരിക്കും ഈ കുട്ടിയെ എങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടാവുക. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്? അവിടെ എങ്ങനെ ആയിരിക്കണം ഒരു പാരന്റ് എന്ന് നമ്മൾ പഠിക്കണം. പലപ്പോഴും നമ്മുടെ റെമഡിയേഷൻ പ്രോഗ്രാമിൽ വരുന്ന കുട്ടി ഈ ടീച്ചറോട്, ഈ മെന്ററോട് നിരന്തരമായി അവരുടെ സ്റ്റോറികളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. മിസ്സേ, സ്കൂളിൽ പോയപ്പോല്ലേ എന്നെ അതിനാൻ നുള്ളി, അല്ലെങ്കിൽ അതിനാൻ എന്നെ എന്റെ സ്ലൈറ്റിൽ വരച്ച് ആകെ കേട് വരുത്തി മിസ്സേ. ആരോടാ പറയുന്നത്? ഈ മിസ്സിനോട് പറയാം. അപ്പൊ പേരന്റ് ചിലപ്പോ ഇങ്ങനെ നോക്കും, ഇതൊക്കെ ഇപ്പൊ എന്തിനാ ആ മിസ്സിനോട് പറയണേ? ഇതാ കുട്ടിയുടെ ഉള്ളിലുള്ള ഇമോഷൻസാ. ഇത് പറയുന്നതോടുകൂടെ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് ആ ഇമോഷൻസ് വെന്റിലേറ്റ് ചെയ്യുന്നതോടുകൂടെ കുട്ടി ഓക്കെ ആവാണ്. എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ എത്ര ശാന്തതയും സമാധാനവും സന്തോഷവും ഉണ്ടോ അത്രയും കൂടുതൽ ലേണിംഗ് പ്രോസസ്സുകൾ സുഖമായിട്ട് നടക്കും. അപ്പൊ ലേണിംഗ് നടക്കണമെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ ശാന്തതയും സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവണം. സങ്കടവും പേടിയും ദേഷ്യമൊക്കെ ഉള്ള സമയത്ത് ലേണിംഗ് പ്രോസസ്സ് സ്ലോ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ടോട്ടൽ ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ കുട്ടികളിൽ പാഠ്യേതര പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വ്യത്യസ്തമായ കാരണങ്ങൾ ഉണ്ടാവും. ആ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടിയിൽ
മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിയും. അതിനുള്ള ഇഷ്ടം പോലെ സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ പരിസരങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. അത്തരം സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് കുട്ടികൾ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഒരു പക്ഷേ കുട്ടിയിൽ ശ്രദ്ധയിൽ കുറവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആ ശ്രദ്ധ കൂട്ടാനുള്ള ഇഷ്ടം പോലെ ടാസ്കുകളുണ്ട്, ഇഷ്ടം പോലെ സംവിധാനങ്ങളുണ്ട്, ഇഷ്ടം പോലെ രീതിശാസ്ത്രങ്ങളുണ്ട്, ഇഷ്ടം പോലെ സൈക്കോളജി ഉണ്ട്. അതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ ആ കുട്ടിയുടെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. പലപ്പോഴും നമ്മുടെ റെമഡിയേഷൻ, മലയാളം മധുരം, ഗോൾഡൻ ഇംഗ്ലീഷ്, സീൻ, ഇതുപോലെയുള്ള ഓരോ റെമഡിയൽ പ്രോഗ്രാമിലേക്കും കുട്ടികൾ വരാറുള്ളത് ഇനി ഈ കുട്ടി ഒരിക്കലും ശരിയാവില്ല എന്നൊക്കെ ഉറപ്പിച്ച് പല സ്ഥലങ്ങളിലേക്കും പല ട്യൂഷനും പല കാര്യങ്ങളും ചെയ്തിട്ടും ഒരു റിസൾട്ടും ഇല്ലാണ്ട് അവസാനം നമ്മുടെ റെമഡിയേഷനിലേക്ക് വന്നിട്ട് നല്ല റിസൾട്ട് ഉണ്ടായ ഒരുപാട് സ്റ്റോറീസുകൾ എനിക്ക് പറയാനുണ്ട്. അതിനൊന്നും നമുക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടിയെ മനസ്സിലാക്കുക. ഓരോ പഠന പ്രശ്നമാണെങ്കിലും പാഠ്യേതര പ്രശ്നമാണെങ്കിലും സ്വഭാവ പ്രശ്നമാണെങ്കിലും അതിനൊക്കെ ഒരു കാരണമുണ്ടാവും. ആ കാരണത്തെ കണ്ടെത്തിയിട്ട് ആ കാരണത്തിന്റെ കോറിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഹെൽത്തിയായ തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. നേരെ തിരിച്ച് അവിടെ നമ്മൾ ഇടപെട്ടിട്ടില്ല എങ്കിൽ, ബ്രിട്ടീഷ് ജയിലറകളിൽ നടത്തിയ ഒരു പഠനമുണ്ട്. അവിടെയുള്ള 60% വരുന്ന കുറ്റവാളികളും പഠന പ്രയാസങ്ങൾ അനുഭവിച്ചവരായിരുന്നു എന്നാണ്. പഠന പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ നിരന്തരമായി കുറ്റപ്പെടുത്തലുകൾക്ക് വിധേയമാകുന്നുണ്ട്, നിരന്തരമായ പിന്തള്ളലുകൾക്ക് വിധേയമാകുന്നുണ്ട്. അത് കാരണമായിട്ട് ഈ കുട്ടിയിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്നു. ആ സമ്മർദ്ദത്തിൽ നിന്ന് കുട്ടികളുടെ കുറ്റവാസനകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറ്റവാളികളെ സൃഷ്ടിക്കുന്നിടത്ത് വരെ പലപ്പോഴും ഇതിലുള്ള വേണ്ടത്രയുള്ള ജാഗ്രതയില്ലായ്മ സ്വാധീനിക്കാറുണ്ട്. അതുകൊണ്ട് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്കെല്ലാം കഴിയട്ടെ. താങ്ക് യു സോ മച്ച്.